ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8:45 നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് മസ്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഒമാൻ സമയം രാവിലെ 5:45 നമ്മളിവിടെ മസ്കറ്റിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 6-6.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ചെയ്ത സമയം തൊട്ട് യുവി ഉറക്കായിരുന്നു. ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 പേരും അത്യാവശ്യം നന്നായി ഉറങ്ങി നല്ല ഫ്രഷായി എണീറ്റിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. എനിക്ക് എത്ര തവണ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാലും ലാൻഡ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു നെഞ്ഞെടുപ്പാണ്. ഫ്ലൈറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് മൊത്തം സമാധാനമായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡിങ് ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എണീറ്റ് നിന്ന് കൈയടിക്കാനൊക്കെ തോന്നി. ഈ ഇരിക്കുന്ന എൻ്റെ കണ്ണടിയും സ്റ്റാൻഡും ഒക്കെ അല്ലേ, ഇരുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് അനങ്ങ പോലും ചെയ്തിട്ടില്ല. അത്ര അടിപൊളി ലാൻഡിങ് ആയിരുന്നു. ഷൂ ഒക്കെ ഇട്ടൊന്ന് റെഡിയായി പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നമുക്ക് ഏകദേശം 9 മണിക്കൂറോളം ലേ ഓവർ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 3:15 അടുത്ത ഫ്ലൈറ്റ് കാലിക്കറ്റിലോട്ട്. അത്രയും സമയം നമ്മളിവിടെ മസ്കറ്റിലെ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ട്രാൻസിറ്റ് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് നമുക്ക് ഫ്രഷായി കുറച്ചൊന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുമ്പോഴേക്ക് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കാനാവുമായിരിക്കും. എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ത്രൂ ഔട്ട് ദ ഫ്ലൈറ്റ് നന്നായി കിടന്നുറങ്ങിയ യൂഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സമയം ഇവിടെ രാവിലെ 5:54. നമ്മളിവിടെ ഇനീഷ്യൽ പ്ലാൻ വെച്ചിട്ട് 9 മണിക്കായിരുന്നു ട്രാൻസിറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നേരത്തെ ആക്കാനുള്ള വല്ല ഓപ്ഷനും ഉണ്ടോ, കുറച്ചും കൂടെ സമയം ഇങ്ങോട്ട് നീക്കി ചെക്കൗട്ട് നേരത്തെ ആക്കുന്ന പോലെ എന്നുള്ളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കണം. കാരണം ഇപ്പോൾ 6 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒരു 7 കിട്ടുകയാണെങ്കിൽ ഗുഡായിരുന്നു. അല്ല വിഷ് നല്ല രസമില്ല ഈ ഒരു വഴി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ 2 സൈഡിലെ ലൈറ്റിങ്ങും അതേപോലെ ആകമൊത്തമുള്ള ആംബിയൻസ് നല്ലോണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഈവൻ ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഉറങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്ത സമയത്ത് എണീപ്പിക്കുക ചെയ്തത്. അപ്പോൾ അത്രയും നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ഗുഡ് യൂഷി, ഗുഡ് വർക്ക്. വിഷ്ണു കളി തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ആദ്യം ഇപ്പോൾ ബോർഡിംഗ് പാസ് കളഞ്ഞിട്ടുണ്ട്, തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തിരഞ്ഞൊരു തീരുമാനമാവട്ടെ, അപ്പോഴേക്ക് വരുമായിരിക്കും. ബോർഡിംഗ് പാസ് നാട്ടിൽ വന്നാൽ വല്ല ട്യൂഷന് വിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സാധനങ്ങൾ കളയാതെ എങ്ങനെ നാട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് വലിയ വിഷ്ണുള്ള തെരച്ചിൽ രാമനാവും കേട്ടോ. അത് കാണണ്ടാവില്ല, ഇത് കാണണ്ടാവില്ല, മറ്റേത് കാണണ്ടാവില്ല, എല്ലാ പോക്കറ്റിലും കൂടെ വെച്ചിട്ട് തുടങ്ങണ്ടേ. നമ്മൾ ഈ ഒരു എയർ ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിറ്റ് ഹോട്ടലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞില്ലേ 9 to 1 എടുത്തത്. നമ്മളൊരു 1 hour നേരത്തെയാണ്. അതൊരു 8 to 12 ആക്കാൻ പറ്റുമോ എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം ഇവിടെ കുറച്ച് നേരം. നമുക്കങ്ങനെ റൂം കിട്ടി. 1 മണിക്കൂർ നമ്മൾ ഏർലി ആട്ടോ ചെക്ക് ഇൻ ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ നെക്സ്റ്റ് ഡോർ തന്നെ ഉണ്ട്. പെർ പേഴ്സൺ 10 ഒമാനി റിയാലാണ് അവർ പറഞ്ഞത്. 3.5 മണിക്കൂർ ഉറക്കം കിട്ടിയായിരുന്നു. കുറച്ച് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് എഡിറ്റിംഗ് പരിപാടി എനിക്ക് ബാക്കിയുണ്ട്. പക്ഷേ യൂഷ്വലി നല്ല കിടില ഉറക്കം കഴിഞ്ഞ് എണീറ്റാണല്ലോ. ഒരു 8 മണിക്ക് ഉറങ്ങി ഇന്ന് രാവിലെ എണീക്കണേ. 2 തവണ എണീറ്റ് പാല് കുടിച്ചു, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡയപ്പർ മാറ്റണം കേട്ടോ. രാത്രി ഒരു തവണ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ് ബാക്കിയുള്ളത്. സമാധാനമായി ഒന്ന് കിടക്കട്ടെ. ഇത്തവണ ട്രാവലിനെ നമ്മൾ കൂടുതൽ കംഫർട്ടാണ് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ തവണ നമ്മൾ ഡൽഹി പോവുക, ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഭയങ്കര ടയറിങ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇത്തവണ നേരെ ഇവിടെ നിന്ന് കാലിക്കറ്റിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് 9 മണിക്കൂറുണ്ട്. അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി പിന്നെ പോകുന്നതിനേക്കാളൊക്കെ കൊച്ചിയിൽ പോയാലും കുറച്ചൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് വരണ്ടേ ബൈ റോഡ്. അതിനൊക്കെ നല്ലത് ഇതാന്ന് തോന്നി. അത്യാവശ്യം നല്ല റൂമാട്ടോ. ഇതാണ് മെയിൻ ഡോറ്. വന്നുടനെ ചെറുതായിട്ട് നമുക്ക് ഫ്രഷ് ആവാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, ഒരു കൗച്ച്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ. 6 മണിക്കൂറിനാണ് നമ്മളവിടെ പേ ചെയ്യേണ്ടല്ലേ? ഓരോരോ 6 മണിക്കൂറിനല്ലേ? ഇതാണെടുത്ത് എന്താ കളയണത്? നമ്മളന്ന് ബെർലിനിൽ പോയി വരുന്ന വഴിക്ക് വിഷ്ണുവിൻ്റെ പുതിയ സൺഗ്ലാസ് അല്ലേ, അതെന്തോ ഭാഗ്യം കാണാതെ തിരഞ്ഞു. കുറേ തിരഞ്ഞ അവസാനം വണ്ടിയൊക്കെ സൈഡാക്കി തിരഞ്ഞ് സീറ്റിൻ്റെ സൈഡിൽ കിടക്കണ്ടായിരുന്നു. എങ്ങനെയാണ് തൻ്റെ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? അപ്പോൾ മറ്റേ പുള്ളിയുടെ സൈഡിൽ വെച്ചായിരുന്നു. ഒരാളിവിടെ ഇരിക്കുന്നുണ്ടല്ലേ, കിന്നാരം പറയാൻ പോയിക്കാന്ന് അല്ലേ? ആ
അശു അശു എഴുന്നേക്കേട്ടാ, ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. ഒന്നേ ഉറങ്ങിയില്ലേ? നമ്മൾ 3 പേരും നല്ലൊരു ഗംഭീര ഉറക്കം കഴിഞ്ഞിട്ട് യുവീനെ പുതിയ ഷർട്ടിക്കും ജീൻസിക്കും മാറ്റിയില്ല. യുവി ആരൊക്കെ കാണാൻ പോകുന്ന? അമ്മമ്മ, വെല്ലച്ച, അച്ചച്ച, അച്ചമ്മ, ആരൊക്കെ കാണുന്നത്? അവരൊക്കെ കാണാൻ പോവാണ് യുഷി. ഈ ഒരു പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, വണ്ടി ഓടിക്കണത് ഇപ്പൊ ഈ പാട്ടിന്റെ മുകളില. ഗംഭീര ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. ഉറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. യുവി ഉറങ്ങി. യുവി രാത്രി 8 മണി തൊട്ടിട്ട് ഇന്ന് രാവിലെ ഇവിടുത്തെ സമയം 5 മണി വരെ ഉറങ്ങിയെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഫുള്ള് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷായി. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഷവറൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നല്ല ഫ്രഷായിട്ട്. ആദ്യമായിട്ടാണ് മസ്കറ്റിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റ് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്നത്. നേരെ ഇനി പോയിട്ട് നമ്മളൊരു ബ്രഞ്ചല്ല, ലഞ്ച് കഴിക്കാം. കാരണം നമ്മൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നേരത്തെ ചെക്കൗട്ട് ചെയ്യാണ് 1 മണിക്കൂർ. ഡീസൻറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഡീസൻറ്റ് സ്റ്റേ ആയിരുന്നു. നമുക്ക് 6 മണിക്കൂറിന് എത്രയാണ്? 54 യൂറോ അല്ലേ? 6 മണിക്കൂറിന് 54 യൂറോ ആയിരുന്നു. അപ്പോൾ ഗുഡായിരുന്നു. അതെടുത്തത് വളരെ നന്നായി. അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. ഇതൊരു നല്ല ഒതൻറ്റിക് ഒമാനി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നല്ല അടിപൊളി ഷവർമയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ. നോക്കാം. ഞാൻ മെനു ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. പക്ഷെ തിരക്കേടുണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളി, അങ്ങനെയൊന്നും പറയാനില്ല. യൂഷ്വലി ടീഷർട്ട് കുറച്ച് ബിഗ് ആണ്. ട്രൗസറിന്റെ ടീഷർട്ട് നല്ല ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. ലൂസാണ്. യൂഷ്യൻ ലഞ്ച് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചിക്കൻ ഷവർമ പറഞ്ഞു. നാട്ടിൽ പോയ ചിക്കൻ ഷവർമ കഴിക്കണം എന്ന് കൊതിയാണ്. പക്ഷേ നമ്മൾ ഡയറ്റ് ചെയ്യും കുറച്ച് ഇത്തവണ. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് ഫുഡ് കണ്ടാൽ കൺട്രോൾ പോകുന്നത് നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റും. മുന്നേ എനിക്ക് കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് പച്ച കയ്യിൽ നിന്ന് കൺട്രോൾ കഴിക്കണം. ഇനി ഞാൻ പഠിച്ചെടുത്തിട്ട് വേണം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ യൂഷൻ പഠിപ്പിച്ചു തരാൻ പറ്റേ? യൂഷ നാട്ടിലേക്ക് വരികയാണെന്ന് പറയോ? യൂഷ നാട്ടിലേക്ക് വരികയാണ്. എല്ലാവരെയും നാട്ടിൽ നിന്ന് കാണാട്ടോ. യൂഷ എല്ലാവരും അടുത്ത് ഹായ് പറയുന്ന പറയും. ഞാൻ ഇവൻ്റെ പേര് യുവിയ എന്നുള്ളത് മറന്നു കഴിക്കണം. ഞാൻ ഇപ്പോൾ യൂഷ, യൂഷൻ, യൂഷപ്പ അതൊക്കെ വിളിച്ചോണ്ടിരിക്കണം. ദേഷ്യം വരുന്ന സമയത്ത് മാത്രമാണ് യുവി എന്ന് വിളിക്കാറ്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വിത്തൗട്ട് ഷുഗറാണ്. ഐസ് നമുക്ക് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. അവിടെ തൊണ്ടവേന വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് വന്നാലോ അപ്പം ജീപ്പ് കൊടുക്കാൻ പറയുന്നത് ഐസാണ്. ഇന്നാൾ ഐസ് കൊടുക്കണില്ല. അപ്പോൾ യോഗേട്ട് ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഷുഗർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു യോഗേട്ട് ഫ്രീസ് ചെയ്തിട്ട് അത് കൊടുക്കാൻ തൊണ്ടവേന വന്ന സമയത്ത്. ഓരോ രാജ്യത്തെ ഓരോ സിസ്റ്റം. നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നു അല്ലേ? ഷാറാണല്ലോ വിഷ്ണു. ഷാറ് ബീഫാണല്ലോ. ആണോ? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ഡോളറിലാട്ടോ പേ ചെയ്യണേ. എയർപോർട്ട്സിൽ അധികം നമുക്ക് ഡോളറിൽ പേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ വൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡുണ്ട് നമ്മുടെ കയ്യിൽ. ഏത് കൺട്രിയിൽ പോവുകയാണെങ്കിലും അവിടുത്തെ കറൻസിയിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ വേറെ കൺട്രീസിൽ പോകുമ്പോൾ നമ്മൾ പേ ചെയ്യാറ്. കഴിച്ചു കഴിഞ്ഞു. നമ്മളിനി ഇറങ്ങാം. യുവിയുടെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ റൂമിലേ വേണമെങ്കിൽ ഒരു ടോയ്ലറ്റും കൂടെ ആവാട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവലിങ്ങിന് അമ്മമാർക്കും അച്ഛന്മാർക്കും അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടീനെ എവിടെയെങ്കിലും ഏൽപ്പിച്ച് വാഷ്റൂം പോണത്. 2 വീട്ടിൽ നിന്നും അമ്മമാരും അച്ഛന്മാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ കുറച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോഴായിരിക്കുമല്ലോ അവർ ആദ്യമായിട്ട് ഇവനെ കാണാൻ വേണ്ടി പോണേ. ഇങ്ങനെ വീഡിയോ കോളിൽ കൂടെ മാത്രമല്ല അവൻ്റെ റെസ്പോൺസസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ കുറച്ചധികം എക്സൈറ്റഡ് ആണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണു ഒരു പെർഫ്യൂം വാങ്ങി. ഇനി നമ്മൾ ബോർഡിംഗ് പാസ് കളഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രിൻ്റ് എടുക്കണോ അതോ മൊബൈലുള്ള തന്നെ മതിയോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് നമ്മൾ ഗേറ്റിലോട്ട് നടക്കുകയാണ്. നല്ല ഉറക്കം വരുന്നത് എനിക്ക് പിന്നെയും. ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കൊരു സർപ്രൈസ് വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ പെട്ടിയിൽ എന്തോ ഇഷ്യൂ കണ്ടിട്ട് വിഷ്ണുവിനൊന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോർഡിംഗ് പാസ്സൊക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആംസ്റ്റർഡാമിൽ നിന്ന് കയറ്റി ഇവിടെ ലഗേജ് ഇല്ലേ, അതിലെന്തോ ഒരു ഇഷ്യൂ, അത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇപ്പോൾ ഒരു കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരുമായിരിക്കും. എല്ലാവരും ബോർഡ് ചെയ്തു. വിഷ്ണു ഇതുവരെ എത്തിയിട്ടില്ല.
എത്തിയിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. ഉഷിക്ക് ബോർഡ് അടിച്ചോ? വെയിറ്റ് ചെയ്ത് ബോർഡ് അടിച്ചോ ഉഷിക്ക്? ബോർഡ് അടിച്ചോ? അതുവരെ തുറന്നിരിക്കുകയായിരുന്നു. ആണോ? ഇപ്പൊ ഞാൻ അടച്ച നമ്പർ ലോക്ക് ഇട്ടല്ല അടച്ചത്. നമ്പർ ലോക്ക് ഇട്ടിട്ട് തുറന്നെങ്കിൽ പിന്നെ ഫുൾ തുറന്നില്ല. പ്രസ് ചെയ്യണ്ടേ? നമ്പർ ലോക്ക് വരിയായിട്ട് തുറക്കാൻ പറ്റുള്ളൂ. നമ്പർ ലോക്ക് ഉള്ളതുകൊണ്ട് അവിടുന്ന് സിബ് തുറന്നില്ല. പെട്ടി പകുതി തുറന്നിരിക്കുന്നു. ഞാൻ ഫുൾ തുറന്നു. നോ ഐ വോണ്ട് യു ടു ക്ലോസ്. ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ ഡൺ ഡൺ. പെട്ടി പകുതി തുറന്നിരുന്നാലും ഓണർ വന്നിട്ട് വേണം ക്ലോസ് ചെയ്യാൻ. അപ്പൊ ആരും വഴിയിൽ നിന്ന് എടുക്കാൻ നോക്കിയാണോ ഇത്? അതിലൊന്നുമില്ല. എന്റെ കുറച്ച് തുണികളും അല്ലാതെ ബാക്കി ഇവന്റെ കുറച്ച് ഗോൾഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഭാഗ്യത്തിനല്ല, നമ്മൾ കയ്യിലാണല്ലോ വെക്കേണ്ടത്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാലിക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ പോവാം, വേറെ ഇങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റ് കസ്റ്റംസ് ഒക്കെ നമ്മളിങ്ങനെ പുഷ്പം ചുമ്മാട്ടോ എപ്പോഴും എന്തെങ്കിലും ഒരു ലാസ്റ്റ് മിനിറ്റ് സീൻ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇത്തവണ വിഷ്ണു പോയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒമാൻ വിടുന്നു കാലിക്കറ്റിലോട്ട്. അടിപൊളിയല്ലേ? ചെറുതായിട്ട് എത്രത്തോളം അങ്ങോട്ട് ചെറുതാവണേ നോക്കി നോക്കൂ. കിടിലം. നേരെ ഇനി ഇത് ക്യാബിനിൽ വെക്കുന്നു. ട്രാവലൊക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഓപ്ഷൻ ആട്ടോ വാങ്ങിക്കണം. ബോട്ടിൽ കണ്ടിട്ടോ എനിക്ക് നീ കലക്കുന്നതാണ്. നല്ലോണം കലക്കുന്ന എടുക്കട്ടെ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൻ്റെ അകത്ത്. ടേക്ക് ഓഫിന് ശേഷവും നമുക്ക് എല്ലാവർക്കും ചൂടെടുത്തിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല തുടക്കത്തിലൊന്നും ഇരിക്കാൻ വേണ്ടി. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാരും ഫ്ലൈറ്റിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയി. ഞാൻ സുഖമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. യുവിയും നമ്മുടെ ഒപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ. അവർ ഫുഡൊക്കെ സെർവ് ചെയ്തു. ഞാൻ കഴിച്ചില്ല, വിഷ്ണു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ നല്ല സൺസെറ്റിൻ്റെ സമയമായിരുന്നു. എനിക്ക് സൺസെറ്റ് മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സൂര്യപ്രകാശം ആകമൊത്തം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം ആകാശമൊക്കെ നോക്കി അങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാത്തൊരു കാര്യം പറയട്ടെ. എനിക്ക് ഉറപ്പില്ല മുന്നേ ഞാനിത് പറഞ്ഞിട്ടുണ്ടോയെന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. ഞാനൊരു ഭയങ്കര മൈക്കിൾ ജാക്സൺ ആരാധികയായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ഒരു മൈക്കിൾ ജാക്സൺ ഫാനായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്ക് CD ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ CD ഒക്കെ വാങ്ങി അതൊക്കെ ഞാൻ കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്ത് എനിക്ക് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നൊരു ഫോൾഡർ ഡെസ്ക്ടോപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ എനിക്ക് 3-4 സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞു മക്കളാകുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഡ്രോയിങ് ബുക്ക് പോലെയുള്ള ബുക്കിൽ കുറേ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ 2-3 ബുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോഴും മൊത്തമായിട്ട് എൻ്റെ ഒന്നും വിട്ടുപോയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഒരു കടുത്ത മൈക്കിൾ ജാക്സൺ ആരാധിക തന്നെയാണ്. ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള നമ്പർ 1 സൂപ്പർ സ്റ്റാർ മൈക്കിൾ ജാക്സൺ ആണെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണുവിൻ്റെ അടുത്ത് ഒരുപാട് തവണ എനിക്ക് മൈക്കിൾ ജാക്സണോടുള്ള ആരാധനയെ പറ്റിയിട്ടും അതോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ വിഷ്ണു ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്നല്ലാതെ അതിലുപരി ഒരു താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം മൈക്കിൾ ജാക്സന്റെ പടം ഇറങ്ങിയ സമയത്ത് വിഷ്ണുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഞാൻ ആ പടം കാണിച്ചു. അന്ന് തൊട്ട് വിഷ്ണുവിനും ഇതൊരു ഭയങ്കര താല്പര്യമായി തോന്നി തുടങ്ങി. ഇപ്പോൾ ഒരുപാട് മൈക്കിൾ ജാക്സൺ ഡോക്യുമെൻ്ററീസ് കാണുക, പുള്ളിയുടെ ലൈഫിനെ പറ്റി ഒരുപാട് പഠിക്കുക, അതൊക്കെയാണ് വിഷ്ണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഡോക്യുമെൻ്ററീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്യാനായി. യൂഷി ഗുഡ് ബോയ് അല്ലേ? ഭയങ്കര ഗുഡായിരുന്നു. ആംസ്റ്റർഡാം ടു കാലിക്കറ്റ് ഗുഡായിരുന്നു അല്ലേ? രാത്രി കട്ട പോയായിരിക്കും. ഫുള്ള് ഉറക്കായിരുന്നു. എത്ര തവണ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണയും നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാനാകുമ്പോഴൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പം അമ്മമ്മേനെയും വല്യച്ഛനെയും അച്ഛമ്മേനെയും കാണുന്നു പറയോ? ഇപ്പം കാണുന്നു പറയോ? 10 മിനിറ്റ്സിൽ ഇമിഗ്രേഷൻ കിട്ടും ഇവിടെ. ആദ്യമായിട്ട് ഞാൻ കാലിക്കറ്റ് ഇമിഗ്രേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. യൂഷൻ വർത്താനം പറയാൻ പഠിച്ചോ പെട്ടെന്ന്? നമ്മളപ്പോ അമ്മമ്മേനെയും വെല്ലച്ചനെയും അച്ഛനെയും ഇപ്പൊ കാണാം. എക്സൈറ്റഡ് ആണോ കൂട്ടാ? അല്ലേ? ആണെന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കാൻ എന്താണ് ഒരു മടി? യൂഷി കണ്ടോ എന്തൊരു എക്സൈറ്റഡ് ആവുന്ന? ചാട് കിടന്നിട്ട്. ഞാൻ അമ്മേനെ കണ്ടുടനെ എൻ്റെ സമ്പാദ്യങ്ങളുടെ ലിസ്റ്റും ബാധ്യതകളുടെ താക്കോലും എന്നിട്ട് ഏൽപ്പിക്കല്. നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. കസ്റ്റംസിൻ്റെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു ലാസ്റ്റ്. ബാഗ്സ് എല്ലാം ചെക്ക് ചെയ്ത്
നമ്മൾ ഇറങ്ങി. ഇനി ബാഗേജ് കളക്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടു. പുറത്ത് അമ്മയും അച്ഛനും കോഴിക്കോട് അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വളാഞ്ചേരിയിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു ഞായറാഴ്ച ഈവനിങ് ഒക്കെ ആകുമ്പോൾ കോഴിക്കോട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ലതായിരുന്നു ഇവിടുത്തെ ഇമിഗ്രേഷൻ കേട്ടോ. കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. പിന്നെ ഇവിടെ ഫ്ലൈറ്റ്സും കൊച്ചിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവല്ലേ, പക്ഷെ ഗുഡായിരുന്നു, പെട്ടെന്ന് തീർന്നു. പിന്നെ അങ്ങനെ വലിയ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ ലഗേജ് വന്നു, ലഗേജ് എടുത്തു, നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി റാപ്പ് ചെയ്തിരിക്കണം. ഇതല്ല കസ്റ്റംസിന്റെ ഇഷ്യൂ വന്ന് ഇത് തുറന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. ചിലപ്പോൾ സിപ്പ് കേട് വന്നാവട്ടോ, അറിയില്ല. നമുക്ക് പെട്ടികളെല്ലാം കിട്ടി. ഇനി നമ്മൾ പുറത്തിറങ്ങാം. അധികം ലഗേജ് നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുണ്ടായത് കാരണം കുറച്ച് നേരം എൻ്റെ വ്ളോഗ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവരെ കാണുന്ന പാർട്ട് നിന്ന് മിസ്സാകുമെന്ന്. എനിക്ക് മാക്സിമം അതെടുക്കണമെന്നുണ്ട്, ഞാൻ ശ്രമിക്കും, പക്ഷെ അറിഞ്ഞുകൂടാ, നോക്കാം. ഹലോ, ആരാണ്? പരിചയക്കാരില്ലല്ലോ. ഒരു പരിചയക്കേടും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോ വീഡിയോ കൂടെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചോരനെ തിരിച്ചറിഞ്ഞതായിരിക്കും. എനിക്ക് ചീറി പൊളിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നേരത്തെ ഒരു കോൺവെർസേഷനും എനിക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ വെച്ചേട്ടോ. ഭയങ്കര രസമായിരുന്നു ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. 2 അമ്മമാരും അച്ഛന്മാരും ഫുൾ കോൺസെൻട്രേഷൻ യുബീനെയായിരുന്നു. ഞങ്ങളെ ഒന്നും കണ്ടതായിട്ട് പോലും ഇവരൊന്നും ഭാവിച്ചിട്ടുണ്ടായിരുന്നില്ല. യുവിക്കാണെങ്കിലും ചെറിയൊരു പരിചയക്കേട് ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്. പക്ഷെ ഇവർ 4 പേരെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ തിരിച്ചറിഞ്ഞിട്ടാണോ അതോ ഇനി ഫോണിൽ കൂടെ കണ്ടിട്ടുള്ള പരിചയമാണോ എന്താണെങ്കിലും അവനങ്ങനെ പ്രത്യേക പരിചയക്കേടൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഭയങ്കര പരിചയം കണ്ട് അമ്മയുടെ അടുത്തൊക്കെ ചാടി പോവായിരുന്നു. ശരി അമ്മ, മറ്റന്നാൾ യൂഷി നമ്മൾ കാർ സീറ്റ് വാങ്ങിക്കോട്ടോ. കാർ സീറ്റ് നമ്മൾ ഓർഡർ ചെയ്യേ. നമ്മൾ മലപ്പുറം ഫുട്ബോളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വേൾഡ് കപ്പിന്റെ സമയമൊക്കെ ആയത് കാരണം ആകെ മൊത്തം ഫുട്ബോൾ ബഹളായിരുന്നു. വീട്ടിൽ വരുമ്പോ 2 പ്രത്യേകത എന്ന് പറയാൻ പറ്റുമോ, 2 മാറ്റങ്ങളുണ്ട്. ബെയിലില്ല, ബെയിലില്ല. ഞാൻ അന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ റൂം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മയ്ക്കും അച്ഛനും ഹരം കയറിയിട്ട് ഇപ്പോൾ ഹോളും അമ്മയും അച്ഛനും കിടക്കുന്ന റൂമും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ അല്ലാതെ നേരിട്ട് ഇപ്പോഴാണ് കാണാൻ വേണ്ടി പോണത്. നമ്മൾ ഇത്തവണ വളാഞ്ചേരി സെൻറ്റർ കാണാതെയാണ് വീട്ടിലോട്ട് എത്തുന്നത്. ഈ ഒരു വഴി കൂടെ കയറിട്ട് വിഷ്ണുവിന് ഇഷ്ടമുള്ളൊരു കടയാണത്. അവിൽ മിൽക്കില്ല. എന്ത് വിഷു നമ്മള് വീടെത്താനായി. ഋഷിക്ക് ഓർമ്മ ഉണ്ടോ? ഋഷിക്ക് ഓർമ്മ ഉണ്ടോ അവിടെ വന്നത്? ക്ഷീണിച്ചിരിക്കണം യാത്ര കഴിഞ്ഞിട്ട്. ഇവിടെ അമ്മമ്മയും വെല്ലച്ചനും ഒക്കെ കിടന്നിരിക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. അല്ല, അത് ഇവിടെയാണ്. എന്തൊരു അങ്ങനെ നമ്മൾ വീടെത്തി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര ബെയിലിനെ മിസ് ചെയ്യാം. എന്താ റൂമിൽ വെച്ച് വാങ്ങിച്ച ചെടിയാ? ആന്നല്ല അത് അല്ലല്ല, അതിന്റെ മുകളിൽ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നല്ലോ ചട്ടിയുടെ മുകളിൽ. എന്തില് പോയി? വീട്ടില് ഫുൾ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് നാളെ കാണാം. കലാപരമായിട്ടൊരു വലിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോണ കേട്ടോ. അയ്യവ ഉഷാറായിണ്ടല്ലോ. കണ്ടോ നമ്മുടെ പഴയ ഹോള് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അവിടുന്ന് ഇത് ഇങ്ങനെ മാറിയിട്ടുണ്ട്. രസമുണ്ടല്ലേ? വാവ്, ഓ
ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. ഇന്ന് വന്ന് കയറിയതിൻ്റെ ക്ഷീണമുണ്ട് എനിക്ക്. ഇത് നല്ല രസമുണ്ടല്ലോ. യുവിയുടെ ഒരു 3 ഫോട്ടോ അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഹാളിൽ വെച്ചിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ നമ്മുടെ പഴയ ഡൈനിങ് ടേബിളിനായിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മളൊന്ന് ടോപ്പ് മാറ്റി ബാക്കി കാലൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തു. ഈ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. മുകളിൽ ഫോൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സൊക്കെ നമ്മൾ മാറ്റി. ആകെ മൊത്തം ഉഷാറായിട്ടുണ്ട്. പൊളി. ഇവിടെ ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതാരാ കൊണ്ടുവച്ചമ്മ? അമ്മയുടെ ഒരു ഐഡിയ പോലെ ഇല്ലല്ലോ ഇത്. തോന്നുന്നില്ല. ആണോ? പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേട്ടൻ മുകളിലോട്ട് താഴെ വരെ. ഇപ്പം മുഴുവനായിട്ട് പറയാൻ മാത്രമുള്ള ഒരു എനർജി എനിക്കില്ല. എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെയൊക്കെ അകത്ത് വെച്ച് ഒന്ന് ഉഷാറാക്കി എടുക്കാനുണ്ട്. നല്ല ഭംഗിയൊരു ക്ലോക്ക് ഉണ്ട്. എന്താ യോഷ് യുവി എവിടെയാ വന്നിട്ടുള്ളേ? നമ്മളിത് റീജ വഴി തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൂം ചെയ്ത അതേ ടീം, ക്ലോഡിയ ഡിസൈൻസ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ അതങ്ങോട്ട് ടയർഡായി പോകും. എനിക്കാണെങ്കിൽ നല്ല വിശക്കണമുണ്ട്. ഭയങ്കര അടിപൊളി ലൈറ്റ് ആയല്ലോ ഇവിടെ. ഇങ്ങനെ മറ്റേ ഷോറൂമിലൊക്കെ ഉള്ള പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? അമ്മടി അച്ഛൻ്റെ ബെഡ്റൂം ചെയ്യണ്ടോ? അതുകൂടെ നോക്കി വെക്കാം. നമ്മളിങ്ങനെ പൂജ കൊണ്ട് നമ്മളിങ്ങനെ മാറ്റിയിട്ടുണ്ടേ. ബാക്കി എൻ്റെ ബാക്കി ലൈറ്റൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ കാണിക്കുന്നതാണ്. ഇതാണ് അമ്മടി അച്ഛൻ്റെയും. ഈ സാധനം എന്താ ഇവിടെ? മാച്ചിലല്ലോ. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഇതിപ്പോൾ ഞാൻ കാണിച്ച ഇതിൻ്റെയൊക്കെ എഫക്റ്റ് പോയി പോവും. അതുകൊണ്ട് എല്ലാം ഞാൻ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം. നിങ്ങൾക്കറിയില്ലേ? കണ്ടോ? നമ്മുടെ ചെടികൾ ഇവിടെ ഉണ്ടല്ലോ. അമ്മ വെറുതെ ഷോർക്കല്ലോ അമ്മ. ഇപ്പൊ ഭയങ്കര സർപ്രൈസ് ഗെയിം ആയിരിക്കണോ? യൂഷിക്ക് ഇവിടെ വന്ന് കയറിയിട്ട് ആകെ മൊത്തം ഒരു പരിഭ്രമം. സ്ഥലം ഒന്നും അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. വിഷ് ടോയ്ലറ്റ് നോക്കിയോ? എന്നാ വരുമോ? ടോയ്ലറ്റ് നമ്മൾ പുതിയതാക്കിയായിരുന്നു കേട്ടോ. 20 കൊല്ലത്തിന് ശേഷം. എനിക്ക് കാണാനാണ്, ഞാനും കണ്ടിട്ടില്ല. ഇറങ്ങാങ്ങട് ആട്ടാ ചേച്ചി. നമ്മള് ടോയ്ലറ്റോ വേറെ എന്തെങ്കിലും വേണോ? മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട് ആയിട്ടാക്കിയല്ലോ. നന്നായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ പറഞ്ഞില്ലേ, റിയൽ മുഴുവനായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ നാളെ പറ്റുള്ളൂ. എനിക്ക് വിശന്നിട്ട് എല്ലാം കൂടെ ഭയങ്കര ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ക്ലോസ് ഔട്ട് ചെയ്തിട്ട് നാളെ നമുക്കൊരു പൊളി വിളിക്കാം. ഡ്രസ്സൊന്നും കൃത്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. പെട്ടിയുടെ മുകളിലുണ്ടായിരുന്ന ഏതോ വിഷ്ണുവിൻ്റെ ട്രൗസർ, എൻ്റെ ഒരു ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. യുവി ഭയങ്കര കരച്ചിലാണ്. യുവിക്ക് മൊത്തം സ്ഥലം മാറി, ആള് മാറി. ഫാനൊക്കെ കണ്ട് യുവിക്ക് ഭയങ്കര അത്ഭുതം ഞെട്ടലും ഒക്കെ. അപ്പോൾ കുറച്ച് അമ്മ യൂസ്ഡ് ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് കുറച്ചുകൂടെ ഈ മട്ടൺ സ്റ്റൂ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട്. കുട്ടിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തികെട്ട അമ്മയായിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കരുത് കേട്ടോ. യുവിക്ക് വന്നുടനെ നമ്മൾ യുവിയുടെ ഫുഡ് കൊടുത്തതാണ്. അതിനുശേഷം ഇവൻ ആരുടെ അടുത്തും വീട്ടിൽ വന്നതിന് ശേഷം പോകുന്നില്ല. എനിക്ക് തോന്നുന്നു പുതിയ സ്ഥലവും അതേപോലെ തന്നെ ആകെ മൊത്തം പുതുമയാണല്ലോ അവൻ്റെ ചുറ്റും. അപ്പോൾ അവന് ഞാൻ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കുറച്ച് നേരം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കയ്യും കണ്ണും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചൊരു ഷവർമ്മല്ലേ, അത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ഭക്ഷണം. അപ്പോൾ അവനെ കയ്യിൽ വെച്ചും കൊണ്ട് ഞാൻ ഈ ഒരു പൊറോട്ടയും ചിക്കനും അവന് കൊടുക്കാതെ കഴിക്കുക എന്നുള്ളൊരു കർമ്മം വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ് എല്ലാം അവന് അതേപോലെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ ക്രാക്കറാണ് നമ്മൾ അവന് കുറച്ച് കൊടുത്തത്. ഇത് ഇവിടുത്തെ കുമരനെല്ലൂരിലെ ദേവേട്ടൻ്റെ കടയിലെ ചിക്കനാണ്. ഇതൊരു സ്പെഷ്യൽ ചിക്കനാണ്. എനിക്ക് നാട്ടിലോട്ട് ഓരോ തവണ വരുമ്പോഴും അമ്മയുടെ ഓരോ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒരു പൊടിക്ക് മുകളിൽ എനിക്ക് ദേവേട്ടൻ്റെ കടയിൽ ഈ ഒരു ചിക്കൻ കഴിക്കാനാണ് കൊതി ഉണ്ടാവാറ്. അതുകൊണ്ടാണ് വരുന്ന ദിവസം തന്നെ അത് വാങ്ങി വെക്കാൻ ഞാൻ അമ്മേനോട് വെച്ചുകൊണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏറെ കഴിഞ്ഞതുപോലെ ഒരു 2.5 പൊറോട്ട ഞാൻ കഴിച്ച വിശന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം മൊത്തം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഷവർമ്മ മാത്രമേ കഴിച്ചിട്ടുള്ള. അപ്പോൾ നല്ല പൊറോട്ട വിഴുങ്ങി നേരെ ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങുക. വയറങ്ങോട്ട് ഉഷാറാവും. കേമാവും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല.
ഉറക്കം വന്നിട്ട് വയ്യ. ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ക്ലോസ് ഔട്ട് ചെയ്യണം. യുവി ഇവിടെ പല ശബ്ദങ്ങളിൽ എങ്ങനെ കള്ളക്കരച്ചിൽ കരയാന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവിക്ക് വന്ന് കയറിയപ്പോഴേ ആകെ പരിഭ്രമായി പോയി. യുവിയുടെ വീടാണ് അല്ലെങ്കിൽ യുവിയുടെ ആൾക്കാരാണെന്നുള്ളത് യുവിക്ക് അറിയില്ലല്ലോ. ആകെ സ്ഥലം മാറി, ഫാന്, ഭയങ്കര ലൈറ്റ്, ഇതൊന്നും യുവി അത്ര യൂസ്ഡ് ആയിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യുവിക്ക് ഒരു ഞെട്ടലുണ്ട്. ഇപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അമ്മേനെ അച്ഛനെയും വീഡിയോ കോളിൽ കാണുന്നുണ്ട്. എയർപോർട്ടിൽ വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോ ചെറിയൊരു ഒരു പരിഭ്രമം. നാളെ നമുക്ക് റെഡി ആവുന്നുണ്ടായിരിക്കും. ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെയൊക്കെ എൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു സാധാരണ എൻ്റെ വ്ളോഗിനേക്കാളും കൂടുതൽ ആക്റ്റീവായിട്ടാണ് ഞാൻ എൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ആ മസ്കറ്റിൽ ഉറക്കം ഭയങ്കര ഗുഡായിരുന്നു. ഇനി നാളെ ദീപമയും അപർണയും ഒക്കെ വരുമായിരിക്കും. അപ്പൊ എല്ലാവരെയും കൊണ്ട് നമുക്ക് നാളെ ഉഷാറായിട്ടുള്ള വളാഞ്ചേരിയിൽ ഒരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം. മലയാളി ടാറ്റാ പറയൂ. ടാറ്റാ ടാറ്റാ.